ഹായ് മക്കളെ, ലിബാൻ സർ ആണ്. വെൽക്കം ടു എജ്യൂബോർഡ്. നിങ്ങളുടെ +2 കലാലയ ജീവിതത്തിന്റെ ആദ്യത്തെ ദിവസമായിരുന്നു അല്ലേ ഇന്ന്, ജൂൺ 3-ാം തീയതി. എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു, കൊടൊക്കെ പിടിച്ചെങ്കിൽ റെയിൻ കോട്ടൊക്കെ ഇട്ടാണ് ക്ലാസ്സിലേക്ക് പോയത്. ഇപ്പം +2 ഫസ്റ്റ് ഡേ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടാനൊന്നും ഉണ്ടാവില്ലല്ലോ. കാരണം ഓൾറെഡി ഒരു വർഷം ഒരുമിച്ച് പഠിച്ച ആൾക്കാരും ഒരുമിച്ച് പഠിപ്പിച്ചിട്ടുള്ള അധ്യാപകരായിരിക്കും നിങ്ങളുടെ കൂടെ ഉണ്ടാവുക. അപ്പോൾ എങ്ങനെയുണ്ട്? ഒരു വർഷം കഴിഞ്ഞ് പുതിയൊരു വർഷത്തിൽ നിങ്ങളുടെ പുതിയതായിട്ടല്ലേ 2 മാസത്തെ ഒരു വലിയ ഗ്യാപ്പിന് ശേഷം ക്യാമ്പസിലേക്ക് വന്നപ്പോൾ ആ ഒരു പഴയ ഓർമ്മകൾ, +1 ലൈഫ് എന്തായിരുന്നു? SSLC കഴിഞ്ഞ് ഹൈസ്കൂളിൽ നിന്നും ഹയർ സെക്കൻഡറിയിലേക്ക് ഞാൻ കടന്നു വന്നപ്പം എന്തെല്ലാം ചേഞ്ചസ് വന്നിട്ടുണ്ട് അല്ലേ? ആ ഒരു എൻജോയ്മെൻ്റ് ഒരു വർഷം നിങ്ങൾ എന്ത് ചെയ്തു? മുന്നോട്ട് കൊണ്ടുപോയി. പക്ഷെ അവിടെ നിങ്ങൾ മറന്നൊരു കാര്യം ഉണ്ടായിരുന്നു. ഒരുപാട് കുട്ടികൾ +1 എക്സാമിന് ശേഷം പറഞ്ഞു, സാറേ +1 ഒരു ട്രാപ്പായിരുന്നു, SSLC വളരെ ഈസി ആയിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി, +1 അങ്ങനെയല്ല, നല്ല ഡിഫിക്കൽട്ടായിരുന്നു. നമ്മൾ SSLCയേക്കാൾ നല്ല രീതിയിൽ പഠിച്ചിട്ട് പോലും SSLCയിൽ സ്കോർ ചെയ്യുന്ന പോലെ +1 സ്കോർ ചെയ്യാൻ എന്ത് ചെയ്തില്ല, പറ്റിയിട്ടില്ല. പക്ഷേ നിങ്ങൾക്ക് ഒന്നും പേടിക്കാനില്ല. ഓൾറെഡി നമ്മൾ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, +1 അല്ല +2 മൊത്തത്തിലുള്ള ഹയർ സെക്കൻഡറിയുടെ ഒരു സിംഗിൾ ഗ്രേഡ് ആണ് നിങ്ങൾക്ക് ഉണ്ടാവുക. +1 എത്ര മാർക്ക് കുറഞ്ഞാലും അത് നമുക്ക് +2 എന്ത് ചെയ്യാൻ പറ്റും? ചാടി പിടിക്കാൻ പറ്റും. ഫുൾ മാർക്ക് ഒരിക്കലും കിട്ടിയില്ലെങ്കിൽ പോലും മാക്സിമം മാർക്കിലേക്ക് +2 എത്രത്തോളം നമ്മൾ എക്സൽ ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ച് മാർക്കിൽ എന്തുണ്ടാകും? നമുക്ക് ഇൻക്രിമെൻ്റ് ഉണ്ടാകും. ഒരു കുട്ടി പോലും എന്ത് ചെയ്യില്ല, +1 തോൽക്കൂല. കാരണം കംപ്ലീറ്റ് ഗ്രേഡ് കാണുന്നത് +2 സോ ആ നിങ്ങളുടെ +2 നമുക്ക് അടിച്ചു പൊടിക്കാൻ വേണ്ടിയിട്ട്, അടിച്ചു പൊടിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാ മക്കളെ? നമ്മൾ പറയല്ലോ, സ്ക്രീൻ കാർഡ് കുത്തി പൊട്ടിക്കുന്നതല്ല. നമ്മുടെ +2 മാർക്ക് ലിസ്റ്റ് വരുമ്പോൾ മാക്സിമം മാർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യണം? നല്ല ക്വാളിറ്റിയുള്ള ക്ലാസ് നിങ്ങൾക്ക് വേണം. നിങ്ങൾക്ക് ഓൾറെഡി ഒരു വർഷം നിങ്ങളെ എജ്യൂപോർട്ടിലെ കൊമേഴ്സിൻ്റെയും ഹ്യൂമാനിറ്റീസിൻ്റെയും ക്ലാസ് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് അറിയാം എത്രത്തോളം എജ്യൂപോർട്ടിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്നുള്ളത്. കഴിഞ്ഞ വർഷം ഒരുപാട് കുട്ടികൾ ലാസ്റ്റ് ടൈമിൽ മെസ്സേജ് അയച്ച ഒരു കാര്യം ഉണ്ടായിരുന്നു, സാറേ എജ്യൂപോർട്ടിൻ്റെ ക്ലാസ് കാണാൻ വൈകിപ്പോയി, ഞങ്ങൾ അവസാനമാണ് അറിഞ്ഞത് ഇത്രയും നല്ല ക്ലാസ് ഇവിടെ അവൈലബിൾ ആണ് എന്നുള്ളത്, അതും ഫ്രീ ആയിട്ട് യൂട്യൂബിൽ. അപ്പോൾ മക്കളെ, നിങ്ങൾക്ക് ഇത്രയും നല്ല ക്ലാസ് നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം അവസാനമാണ് കിട്ടിയതെങ്കിലും തുടക്കത്തിലാണ് കിട്ടിയതെങ്കിലും നിങ്ങളത് യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഉപയോഗപ്രദമായ രീതിയിൽ നിങ്ങൾ യൂസ് ചെയ്തെങ്കിൽ ഉറപ്പായിട്ടും നല്ല മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും. അതേപോലെ തന്നെ +2ലും ഫ്രം ദ വെരി ബിഗിനിങ് ഓഫ് യുവർ ക്ലാസ്, നിങ്ങളുടെ ക്ലാസ്സിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ മുതൽ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ ഉറപ്പായിട്ടും മക്കളെ, നിങ്ങൾ നാളെ എലക്ഷൻ്റെ റിസൾട്ട് വരും ജൂൺ 4. അത് വേണ്ട, സ്കിപ്പ് ചെയ്തോ. ജൂൺ 5-ാം തീയതി നമ്മുടെ എജ്യൂപോർട്ടിൻ്റെ +2 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസിൻ്റെ ചാനൽ ഓൺ ആകാൻ പോവാണ്. ഓൺ ടു ദ എയർ. അവിടെ നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്യും? നമ്മുടെ ഇനിയുള്ള നമ്മുടെ അപ്കമിങ് ലൈവുകൾ എങ്ങനെയായിരിക്കും, നിങ്ങൾക്ക് എങ്ങനെ പഠിക്കണം തുടങ്ങിയത്. നമ്മുടെ ടീച്ചേഴ്സൊക്കെ പുതുതായിട്ട് ഒരുപാട് ടീച്ചേഴ്സൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾ പലയിടങ്ങളിലും കണ്ടിട്ടുള്ള പല പുതുമുഖങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എജ്യൂപോർട്ടിൻ്റെ +2 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസിൻ്റെ ചാനൽ ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഒരു പക്ഷേ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യണം. നിങ്ങൾ അഥവാ +2ലാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും, അഥവാ ഈ വർഷം +2 കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളുടെ ജൂനിയേഴ്സ് ആയിട്ടുള്ള +1 സജസ്റ്റ് ചെയ്യണം. എടാ മക്കളെ, ഞങ്ങൾ കഴിഞ്ഞ വർഷം +2 എജ്യൂപോർട്ടിൻ്റെ ക്ലാസ് കണ്ടിട്ടാണ് സെറ്റായത്, നിങ്ങൾ ഇപ്പോൾ +2ലേക്ക് എത്തി. ഉറപ്പായിട്ട് നിങ്ങൾ എജ്യൂപോർട്ടിൻ്റെ ക്ലാസ് തന്നെ കാണുന്നവരുടെ അവരിലേക്ക് എന്ത് ചെയ്യണം? ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യണം. അപ്പോൾ മക്കളെ മറക്കണ്ട, നമ്മുടെ ജൂൺ 5-ാം തീയതിയുള്ള ലൈവിൻ്റെ ലിങ്ക് നമ്മുടെ ഈ ഒരു വീഡിയോക്ക് താഴെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ആ ഒരു വീഡിയോ എന്ത് ചെയ്യുക? ലിങ്കിലേക്ക് പോവുക. നിങ്ങൾ ആ ഒരു വീഡിയോ ആ ഒരു തമ്പ് എന്ത് ചെയ്യുക? നിങ്ങൾ ലൈക്ക് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക. ആ ഒരു വരുന്ന അപ്കമിങ് ലൈവ് എല്ലാ ഫ്രണ്ട്സിനും, നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പിനും, അതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ ഗ്രൂപ്പ്, ഈ വർഷം പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടാവും, അവിടെ ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്തോ. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. ജൂൺ 5-ാം തീയതി കൃത്യം 7 മണിക്ക് നമ്മുടെ എജ്യൂപോർട്ടിന് ലൈവ് ഓൺ എയർ ആയി സ്ട്രീം ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? കിഡിലോസ്കി ആയിട്ട് ഒരു നല്ലൊരു പ്രവേശനോത്സവമായിട്ടുള്ള ഒരു പുതിയൊരു ആരംഭമായിട്ട് +2 നമുക്ക് എന്ത് ചെയ്യാം? കിഡിലോസ്കി ആക്കാം. അപ്പോൾ നമുക്ക് ജൂൺ 5-ാം തീയതി കൃത്യം 7 മണിക്ക് എജ്യൂപോർട്ട് +2 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ചാനൽ കാണാം. അതുവരേക്കും ബൈ.